Hello friends, welcome to our channel. Now, we actually Xiaomi 14 വാങ്ങിച്ചിട്ട് almost ഒരു 3-4 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഷോർട്ട് റിവ്യൂ പറയാൻ പോകുന്നത് നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് അറിയില്ലല്ലോ Xiaomi 14 എന്ന് പറയുന്നത് ഒരു ക്യാമറ സെൻട്രിക് ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബാറ്ററി ഹെൽത്ത് ഡിസ്പ്ലേന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നിട്ടാ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം റീസെന്റ് ഇപ്പോൾ കുറേ സ്ഥലത്ത് റിപ്പോർട്ട് അയക്കുന്നത് നമ്മുടെ ഈ ക്യാമറ ഫോഗ് ഇഷ്യൂവിന്റെ കാര്യമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു Xiaomi 14-ന്. അപ്പോൾ അതിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. ഞാൻ ലൈവായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. ഞാൻ ആക്ച്വലി അതിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. അതിന് മുമ്പ് എന്തായാലും നിങ്ങൾക്ക് അറിയാം എന്താ വെച്ചാൽ നിങ്ങൾക്ക് 50,000 റേഞ്ചിൽ നോക്കുമ്പോൾ റേഞ്ചിൽ ഫോൺസുകൾ നോക്കുമ്പോൾ വൺ ഓഫ് ദ ഫോണാണ് ആക്ച്വലി Xiaomi 14. അതായത് നിങ്ങൾ iQOO 12, അതുപോലെ തന്നെ Samsung S23, അതുപോലെ തന്നെ പിന്നീട് വിവോന്റെ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോണുകളാണ് ആക്ച്വലി 50,000-ന് താഴെ അത്യാവശ്യം നല്ല ക്യാമറ തരുന്ന ഫോണുകൾ. അപ്പോൾ അതിലത്തെ ഒരെണ്ണമാണ് ഇത് നമ്മുടെ Xiaomi 14 എന്ന് വെച്ചാൽ ആക്ച്വലി ലോഞ്ച് ചെയ്ത പ്രൈസ് 70,000 സംതിങ് ഒക്കെ ആയിരുന്നു. എന്നിട്ടാണ് അത് ആക്ച്വലി 47,999 ഇപ്പോൾ ആമസോണിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റിവ്യൂ നമ്മൾ ഷോർട്ട് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ആളുകൾക്ക് വാങ്ങിക്കാനൊക്കെ ഇൻട്രസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ള് കാണാൻ മറക്കണ്ട. നമ്മൾ ഷോർട്ടായിട്ട് തന്നെ എല്ലാം പറഞ്ഞു പോവാം. അപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങാണ്ട് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാതെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയക്കാരില്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് ബ്ലോഗ് എന്നാണ് നമ്മുടെ 3ാമത്തെ ചാനൽ. അതായത് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളുടെ ടെക്നിക്കൽ ന്യൂസ്, ഗാഡ്ജറ്റ് കമ്പാരിസൺ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിലൊക്കെ കോൺടാക്ട് ചെയ്യാൻ ലിങ്ക് നൽകാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറക്കണ്ട. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാമറയുടെ കാര്യം പറയാം. എന്ന് വെച്ചാൽ ക്യാമറ സെൻട്രിക് ആണല്ലോ. പിന്നെ നമുക്ക് എന്തായാലും ആ ഫോഗ് ഇഷ്യൂവിൻ്റെ കാര്യം പറയാനുണ്ട്. അപ്പോൾ ഫോട്ടോസിൻ്റെ കാര്യം ആദ്യം പറയുകയാണെങ്കിൽ ഫോട്ടോസ് എടുക്കുന്നത് നല്ല കിടലിനായിട്ട് തന്നെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസ് നമ്മളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് ഷോർട്ട് ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതാ ഞാൻ വേണമെങ്കിൽ ഇത് ഡിസ്പ്ലേയിൽ കൊടുക്കാൻ പോകുന്നെങ്കിൽ ലാസ്റ്റായിട്ട് കൊടുക്കാം. നമ്മുടെ വീഡിയോ നമ്മുടെ ഇത് എൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒറിജിനൽ ഫുട്ടേജ് അല്ലെങ്കിൽ ഒറിജിനൽ പിക്ചർ നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ എൻഡിൽ കൊടുക്കാം കേട്ടോ. ഇതാ ഇത് ഞാൻ എൻ്റെ വീട്ടിലെടുത്ത ഒരു പിക്ചറാണ്. പിക്ചേഴ്സൊക്കെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ നമ്മുടെ ലൈക്ക മോഡ് ഇട്ടിട്ടും ലൈക്ക മോഡ് ഇല്ലാണ്ടിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാച്ചുറൽ കളർ ഫോട്ടോഗ്രാഫ് തന്നെ കിട്ടുന്നത്. ഇതാ സെൽഫി ആയാലും അത്യാവശ്യം നല്ല സെൽഫി ഫോട്ടോഗ്രാഫ് കിട്ടുന്നുണ്ട്. നമ്മുടെ ലോ ലൈറ്റ് പെർഫോമൻസ് ആയാലും കുഴപ്പമില്ലാത്ത നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോ ലൈറ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 3 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മുടെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സൂമും അത്യാവശ്യം കിട്ടുന്നുണ്ട്. 3.2x സൂം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൂം ഉണ്ടോ. ഞാനൊരു ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഡോഗിൻ്റെ ഒട്ടിച്ച് എന്താണ്. അപ്പോൾ ഞാൻ സൂമിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നോർമൽ ഒരു ഫോട്ടോ, നമ്മുടെ 1x എടുക്കുന്ന ഫോട്ടോ. ഇതൊരു ബിൽഡിംഗ് കൂടെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇത് 2x ഉണ്ടോ, ഇത് 3.2x. നമുക്ക് പിന്നെയും വേണമെങ്കിൽ കൂട്ടാൻ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 7x വരെ സൂം ചെയ്ത് നോക്കി. എന്നിട്ട് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കണ്ടോ. 7x സൂം ചെയ്ത സാധനം എപ്പോഴും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കണ്ടോ. അപ്പോൾ വീഡിയോൻ്റെ കാര്യത്തിൽ നല്ല കിടിലൻ സാധനം തന്നെയാണ്. വീഡിയോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫോട്ടോയിൽ വീഡിയോൻ്റെ കാര്യത്തിലും ക്വാളിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫോഗ് ഇഷ്യൂ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാനൊരു ഇപ്പം എന്താ മെയിൻ ഞാൻ ഒരു 2 സൈഡിൽ ഞാൻ നോട്ടീസ് ചെയ്തതാണ്. നിങ്ങളിപ്പോൾ ആക്ച്വലി ഒരു കൂൾ റൂമിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഉള്ള ഏരിയയിലൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആളാണെങ്കിൽ ഫോഗ് ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നട്ടുച്ചയ്ക്ക് നല്ല ചൂടുള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ നല്ല ഇപ്പോൾ എൻ്റെ റൂം മുകളിലാണ് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ മുകളിലൊക്കെ സമയത്ത് ഞാൻ നല്ല ചൂടുള്ള സമയത്ത് നല്ല ഹോട്ട് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഫോഗ് വരുന്നില്ല. ഞാനൊരു 10 മിനിറ്റ് ഇപ്പോൾ ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ എടുക്കുന്ന ശേഷമാണ് 8 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴാണ് ചെറുതായിട്ട് ഫോഗ് വരുന്നുണ്ട്. ഫോഗ് എന്ന് പറയുമ്പോൾ ഫോഗ് എന്ന് തന്നെ പറയാം, വാട്ടർ വേപ്പേഴ്സ് പോലെ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സീലിങ്ങിൻ്റെ ഇഷ്യൂ ആണോ. പക്ഷേ സീലിങ്ങിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് IP68 റേറ്റിംഗ് കിട്ടില്ലല്ലോ. പക്ഷേ ഞാൻ വാട്ടറിലൊക്കെ നോക്കി, പക്ഷേ ആ വാട്ടറൊന്നും കയറുന്ന സംഭവം ഒന്നും വരുന്നില്ല. അപ്പോൾ എന്താ ഇഷ്യൂ എന്ന് അറിയില്ല. സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണോ സംഭവം തന്നെ ആർക്കും പിടിയെടുത്തറ കാലയിൽ ഇത്രയായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. 8 മിനിറ്റ് ഒക്കെ ഞാനിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ ഞാൻ വീഡിയോ ഡോൾബി വിഷൻ സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ ക്വാളിറ്റി ഒക്കെ കിട്ടുന്നത് തന്നെയാണ്. ഈ വീഡിയോ ഉണ്ട് ഞാനൊരു 11 മിനിറ്റ് എടുത്തേക്ക്. എന്താണ് ഇതിൽ നമുക്ക് ഫോഗ്, പക്ഷേ ഇതിൽ നോട്ടീസ് ആവണമെന്നില്ല. നമുക്ക് ഞാൻ ഫോഗ് എടുത്തപ്പോൾ വന്നത് കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഞാനതിൻ്റെ നമ്മുടെ സാംസങ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്, അല്ലാണ്ട് ഫോഗല്ല കേട്ടോ. ഇതാകണ്ടോ ഇപ്പോഴും ഫോഗൊന്നും നമ്മുടെ എന്താ പറയുക ഞാൻ ശ്രദ്ധിച്ചത് ഈ ഫോഗ് വരുന്നത് ശരിക്കും സെൻസറിൻ്റെ താഴെ ആയിട്ടാണ്. ഞാൻ അത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ മറ്റേ ഫോണിൽ അതിൻ്റെ ഫോട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ.
അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. ശരിക്കും ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫോഗ് ഇഷ്യൂ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അപ്ഡേറ്റിന് ശേഷം ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം ചെറുതായിട്ട് കുറഞ്ഞുണ്ടോ. ഇതാണ് അതിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഫോക്കസ് ആവും സോണിയ കണ്ടോ. ഈ അറ്റത്ത് ചെറുതായിട്ടില്ല, അടിയിലാണ് വരുന്നത് കണ്ടോ, അടിയിലായിട്ട് താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ആക്ച്വലി ലെൻസിനെ അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ വീഡിയോനെ ബ്ലർ ആക്കുന്ന സംഭവമൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ഒരു 11 മിനിറ്റൊക്കെ എടുത്ത് നോക്കിയത്, അതും AC റൂമിൽ ഇരുന്നിട്ട് എടുത്ത് നോക്കിയത്. ഞാൻ പറഞ്ഞല്ലോ AC റൂമിലും അതുപോലെ ഹ്യൂമിഡിറ്റി ഉള്ള ഏരിയയിൽ എടുക്കുമ്പോഴാണ് ആക്ച്വലി ഫോഗ് ഇഷ്യൂ വന്നത്. ഞാൻ ഇത് ആക്ച്വലി വാങ്ങിച്ച ശേഷം, ഞാൻ വാങ്ങിച്ച സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക ലൈവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ആക്ച്വലി AC ഇട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ അത് മെയിൻ പോയിന്റ് ശ്രദ്ധിച്ചതാണ്. നല്ല ചൂടുള്ള ഏരിയയിൽ അല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് എടുക്കുമ്പോൾ ഫോഗ് വരുന്നില്ല. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് നോക്കി, അപ്പോൾ ഫോഗ് ഒന്നും വന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ AC റൂമിൽ വന്നിട്ട് ഒരു 8 ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് 11 മിനിറ്റിൻ്റെ വീഡിയോ എടുത്തത്. അതിലൊരു 8 മിനിറ്റൊക്കെ ആയപ്പോൾ ഒരു 7.56 മിനിറ്റൊക്കെ ആയപ്പോഴാണ് ചെറുതായിട്ട് അതിൻ്റെ താഴെയായിട്ട് ഫോഗ് വന്ന് തുടങ്ങിയിട്ടാ. ഒരു ലെൻസിൻ്റെ മെയിൻ ലെൻസിൻ്റെ ആണ് ഫോഗ് വരുന്നത്, ബാക്കി ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. പക്ഷേ വീഡിയോനെ അഫക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 6.5 സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്, ഒരു ദിവസം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, നമ്മുടെ PD ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. PD ചാർജിങ് ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 35 വാട്ടൊക്കെ നമുക്ക് PD ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ അവരുടെ ഇൻബിൽഡ് ചാർജറായിട്ട് നമുക്ക് 90 വാട്ടിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ബിൽഡ് ക്വാളിറ്റി കിട്ടില്ലാണ്. എനിക്ക് നിങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ സൂപ്പറാട്ടോ. ഫോട്ടോസിൽ നമ്മൾ ഫോഗ് ഇഷ്യൂ സംഭവങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എടുക്കുന്നത് ഈ വൈറ്റ് കളർ ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത്. വെച്ചാൽ നമുക്ക് അതിൻ്റെ സൈഡ് ഫ്രെയിമൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെ, അതുകൊണ്ട് നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഫിംഗർ പ്രിൻ്റ് ആണ്, പക്ഷേ വൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നല്ല ഫാസ്റ്റാണ്. സ്നാപ്ഡ്രാഗൺ Gen 3 ആണ് വരുന്നത്. നമ്മൾ AnTuTu സ്കോറൊക്കെ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 ലാഖിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഫേസ് അൺലോക്ക് ആയിക്കോട്ടെ, ഫിംഗർ പ്രിൻ്റ് ഇതാ നല്ല സ്പീഡ്, നല്ല സൂപ്പർ ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഗെയിമിങ്ങിനൊക്കെ പറ്റിയ സാധനമുണ്ട്. ഞാൻ പക്ഷേ ഗെയിം കളിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഗെയിമിൻ്റെ കാര്യം പറയുന്നില്ല. ഞാൻ ഗെയിം നോക്കിയിട്ടില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ആക്ച്വലി നമ്മൾ ഗെയിം തീരെ കളിക്കാറില്ല, കമ്പ്യൂട്ടറിൽ മാത്രമേ കളിക്കാറുള്ളൂ. അതും ഇപ്പോൾ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയിക്കും, നമ്മുടെ 2ാം ചാനലിൽ നമ്മൾ ആദ്യം ഗെയിം ഇട്ടിട്ടാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ നിർത്തിയെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി വർക്കും ചെയ്യുന്നുണ്ട്. നമ്മുടെ സൈഡായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ യൂട്യൂബ്. അപ്പോൾ അത് ടൈം കിട്ടാത്തത് കൊണ്ട് നമ്മളത് ഗെയിമിംഗ് പരിപാടി നിർത്തിക്കുക. ഞാൻ ആക്ച്വലി പുതിയൊരു ഗെയിം വാങ്ങിച്ചിട്ട് അത് കളിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ല. നമ്മളെ സ്റ്റീം എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഇതുണ്ട്, അതിൽ കൂടെ നമ്മൾ ഒറിജിനൽ ഗെയിം വാങ്ങിക്കായിരുന്നു, ഒഫീഷ്യൽ വാങ്ങിക്കാറ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തീംസും സംഭവം കിട്ടുന്നത്, അതാണ് ഞാൻ തീമൊക്കെ മാറിയതാണ്. ഇതിലാകെ പരസ്യം വരുന്നത് ഈ ഗെറ്റ് ആപ്പ് എന്നൊരു സാധനം വരെ കുറേ ഇങ്ങനത്തെ ആപ്പുകളുണ്ട്. കുറേ ഇല്ല, ഈ ഗെറ്റ് ആപ്പ് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ബൂട്ട് ചെയ്ത സമയത്ത് ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലോക്കലായിട്ടുള്ള കുറേ ഗെയിംസുകളടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാതെ നല്ല ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. 512 GB മെമ്മറി വരുന്നുണ്ട്. അതാണ് വൺ ഓഫ് ദ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 3.2ൻ്റെ എന്താ പറയുക Type-C പോർട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഡിസ്പ്ലേയിലും കണക്ട് ചെയ്യാൻ പറ്റും. അതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് 12 GB റാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 3 കൊല്ലത്തേക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം. 3 കൊല്ലം ചിലപ്പോൾ അതിന് പോലും മുകളിലും കിട്ടും. പക്ഷേ ഒരു അപ്ഡേറ്റ്സ് 2 മാസത്തിലൊരിക്കൊക്കെ വരുന്നുള്ളൂ, അതാണ് ഞാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എടുത്തിട്ട് അത്ര ആയിട്ടില്ല. നമുക്ക് എടുത്ത സമയത്ത് തന്നെ ഒരു മെയിൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെറിയൊരു വേറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഞാൻ ആ ഫസ്റ്റ് അപ്ഡേറ്റിന് ശേഷം ചെയ്തപ്പോൾ നമ്മൾ അൺബോക്സിങ്ങിൽ തന്നെ നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഫോഗൊന്നും വന്നിട്ടുന്നില്ല. പക്ഷേ അതിനുശേഷം നമുക്കൊരു ചെറിയ വേറെ അപ്ഡേറ്റ് വന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ചെറുതായിട്ട് വന്നത്. അങ്ങനെ ഒരു സംശയം എനിക്ക് ഇല്ലാതില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ലൈവായിട്ടൊന്ന് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മളിതാ വീഡിയോ ഓണാക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ഞാൻ അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാനത് ഇതിൽ കാണിക്കാട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ മാറ്റിയിട്ട് വീഡിയോ ആക്കി ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ക്വാളിറ്റി കാണുന്നുണ്ടായിരിക്കും. ഞാൻ വീഡിയോ ഓണാക്കിയിട്ടാ നിങ്ങൾക്ക് മുകളിൽ കാണുന്നുണ്ടായിരിക്കും 0.2 സെക്കൻഡ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ആയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഓൺ ആക്കിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആവാറായിട്ട് കണ്ടു. ഇപ്പോൾ 4.5 മിനിറ്റ് ആയിട്ടുണ്ട്.
ഇപ്പം ഞാൻ ബാക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പണ്ട് ഇപ്പോഴും ഇപ്പം നമുക്ക് ഫോഗ് ഇഷ്യൂ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ഓൾമോസ്റ്റ് നമുക്കൊരു 7 മിനിറ്റ് 8 മിനിറ്റ് ആവാറാകുമ്പോഴാണ് ചെറുതായിട്ട് വന്നു തുടങ്ങുക. ഞാൻ വേണമെങ്കിൽ അതോടെ വേണമെങ്കിൽ കാണിച്ചു തരാൻ ലൈവായിട്ട്. പക്ഷെ നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുഴപ്പമില്ല വിചാരിക്കുന്നത് വെച്ചാൽ കുറേ പേര് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു 10 ദിവസമെങ്കിലും മിനിമം ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കാരണമാണ് നമ്മൾ പെട്ടെന്നാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ നമുക്ക് ഫോഗോ സംഭവമൊന്നും വന്നിട്ടില്ല കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 11 മിനിറ്റ് ആയിട്ടാണ്. പക്ഷേ ഇതുവരെയായിട്ട് ഫോഗ് വന്നിട്ടില്ല കണ്ടോ. ഇത് ചില സമയത്തുള്ളൂ. നമുക്ക് എനിക്ക് തോന്നുന്നത് ഹ്യൂമിഡിറ്റി അനുസരിച്ചതുകൊണ്ട് ഞാൻ ആക്ച്വലി AC ടെമ്പറേച്ചർ കുറച്ചു. ഇപ്പം നമ്മൾ ഇട്ടേക്കുന്നത് 26 ഡിഗ്രിയിലാണ്. ഇതാ കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇതാ 26ലാണ് ഇപ്പോൾ കണ്ടു. ഇപ്പോൾ നമുക്ക് ഫോഗ് വന്നിട്ടില്ല. ഇതാകെ കണ്ടു. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ടൈം 11 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് 11.5 മിനിറ്റ് ആയി. ഇതുവരെയായിട്ട് ഫോഗ് വന്നിട്ടില്ല. ഇതാകെ കൺഫ്യൂസിങ് ആണ് കേട്ടോ. ഇതുവരെയായിട്ട് ഒരു ചെറിയ ഫോഗ് പോലും വന്നിട്ടില്ല. ഇതെന്താണ് ടെക്നിക്ക് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ Xiaomi 14ന്റെ ക്യാമറ. അപ്പോൾ ഫോഗ് ഇഷ്യൂ എനിക്ക് തോന്നുന്നത് OTA വഴി അപ്ഡേറ്റ് OTA അപ്ഡേറ്റ് അതിന് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം ആയിരിക്കാം ഇത് കുറഞ്ഞത്. എന്ന് വെച്ചാൽ പണ്ട് ഫുള്ള് വരാറുണ്ട് ക്യാമറയുടെ മുകളിൽ. ഞാൻ നേരത്തെ നോട്ടീസ് ചെയ്ത് തന്നെ എനിക്ക് ചെറുതായിട്ട് ഞാൻ കാണിച്ചെന്നല്ലോ, ചെറുതായിട്ട് അടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നോക്കിയപ്പോൾ അത് കാണാനുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട് ഫിക്സായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ക്യാമറ പെർഫോമൻസ് കിടലെന്ന് തന്നെയാണ്. അത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും പറയില്ല. ഓവറോൾ കംപ്ലൈൻറ്റും സംഭവമൊന്നും പറയാനില്ല. ഈ ഫോഗ് ഇഷ്യൂ മാത്രമുള്ള ഒരു നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ ഫോട്ടോ എടുക്കാനൊക്കെ കിടലൻ സാധനം തന്നെയാണ്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെ പറയാം. ഞാൻ ഇനി വേണമെങ്കിൽ നമുക്ക് സാംസങ് S23 ആയിട്ടോ അല്ലെങ്കിൽ iPhone 15 ആയിട്ടോ കമ്പയർ ചെയ്തിട്ട് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാതെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.